അതിൽ ഉള്ളി, മുളക്, വെളുത്തുള്ളി, കറിവേപ്പില. ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ചെമ്മീൻ എടുത്ത് പൊരിക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു മസാലക്കുള്ള ഇതിട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഓനിയൻ ഇട്ട് കൊടുക്കാം. അതൊന്ന് വാട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി സംഭവങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ ഉള്ളി വാടി ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ മുളക്, ഇഞ്ചിയും കൂടി എല്ലാം മിക്സ് ആയിട്ട് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും കൂടി എല്ലാം മിക്സ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ അതും വെന്ത് വന്നു. കുറച്ച് RKG മസാലയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാല ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. ഇളക്കുക, നന്നായി ഇളക്കുക, നന്നായി യോജിപ്പിക്കുക. അപ്പോൾ പൊരിച്ചതിന് അടക്കം നമ്മൾ ഒഴിക്കുകയാണ് ചെമ്മീൻ. എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇതാ നന്നായി അത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നന്നായി നമ്മൾ അങ്ങനെ നമ്മൾ നന്നായി മസാലയെല്ലാം വെന്തു. ഇനി നമുക്ക് റൈസ് ഇടാം. മസാല അങ്ങനെ തയ്യാറായി. അടിപൊളി. എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. മസാല